ഭൂരിഭാഗം പെൺകുട്ടികളും സ്ത്രീകളും റോൾ മോഡലായി സ്വീകരിച്ചിരിക്കുന്ന ഒരു അഭിനേത്രി ഉണ്ടെങ്കിൽ അത് നടി മഞ്ജു വാര്യരാണ്. സിനിമാ നടി, ലേഡി സൂപ്പർ സ്റ്റാർ എന്നതിലുപരി താരത്തിന്റെ റിയൽ ലൈഫാണ് പലരെയും മുന്നോട്ട് ജീവിക്കാനും പ്രതിസന്ധികളോടും പടവെട്ടാനും പ്രേരിപ്പിക്കുന്നത്. ബിഗ് സീറോയിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ഉയരങ്ങൾ താണ്ടിയ വ്യക്തിത്വമാണ് നടി മഞ്ജു. വിവാഹമോചനം വാങ്ങി കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ മഞ്ജുവിന് മുന്നിൽ ഒരു ശൂന്യതയായിരുന്നു ഉണ്ടായിരുന്നത്. മാറിയ മലയാള സിനിമ തന്നെ സ്വീകരിക്കുമോ എന്ന ആകുലതയും. ഹൗ ഓൾഡ് ആർ യു സിനിമയുടെ പ്രൊമോഷനായി മീഡിയയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിലുള്ള ഭയം മഞ്ജുവിന്റെ ശബ്ദത്തിലും കണ്ണുകളിലും അന്ന് പ്രതിഫലിച്ചു കാണാമായിരുന്നു. എന്നാൽ മലയാള സിനിമ മാത്രമല്ല, തെന്നിന്ത്യ ഒട്ടാകെ മഞ്ജുവിന്റെ രണ്ടാം വരവിന് ശേഷം ഗംഭീര സ്വീകരണമാണ് നൽകിയത്. സ്വീകരിച്ചു, ആഘോഷിച്ചു. സിനിമ, നൃത്തം, യാത്രകൾ തുടങ്ങിയവയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ ഏറെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്തിടെയായി മഞ്ജുവിന് പ്രേമം ബൈക്ക് റൈഡിനോടാണ്. കുറച്ചുകാലം മുമ്പാണ് താരം 2 വീലർ ലൈസൻസ് എടുത്തത്. തൊട്ടു പിന്നാലെ BMWന്റെ 250 GS ബൈക്ക് സ്വന്തമാക്കുകയും ചെയ്തു. അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ബൈക്കിന്റെ വില 28 ലക്ഷം രൂപയാണ്. ഇപ്പോഴിതാ പുതുവർഷത്തിൽ ആരാധകർക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന പോലെ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താരം. ജാക്കറ്റും ഹെൽമറ്റും ധരിച്ച് പുതുപുത്തൻ BMWയിൽ ധനുഷ്കോടി രാമേശ്വരം റൂട്ടിൽ ചീറി പായുകയാണ് താരം. ഇടയ്ക്ക് അല്ലറ ചില്ലറ അഭ്യാസ പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ ഓരോ അനുഭവത്തിനും നന്ദിയുണ്ട്. ഇപ്പോൾ ജീവിതത്തിലുള്ളതൊക്കെയും നന്ദിയോടെ സ്വീകരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന എല്ലാറ്റിനെയും പ്രതീക്ഷയോടെയും നന്ദിയോടെയും കാത്തിരിക്കുന്നു എന്ന ക്യാപ്ഷൻ നൽകിയാണ് മഞ്ജു ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം ഒരു ചുവന്ന റെഡ് ഹാർട്ട് ഇമോജി നൽകിയിട്ടുണ്ട്. BMW മഞ്ജുവിന്റെ കയ്യിൽ വഴങ്ങി തുടങ്ങിയെന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. തുടക്കത്തിൽ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന 250 GS ബൈക്ക് മഞ്ജുവിനെയും ഏറെ വലച്ചിട്ടുണ്ട്. ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന കാലത്തെ അനുഭവങ്ങൾ താരം തന്നെ പലയിടത്തും പങ്കുവച്ചു. നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ വൈറലായത്. ആരാധകരും സിനിമ, സീരിയൽ താരങ്ങളുമെല്ലാം സ്നേഹമറിയിച്ചും രസകരമായതുമായ കമന്റുകൾ കുറിച്ചും എത്തി. മഞ്ജുവിനോട് എന്നും ആരാധനയാണ്. ഒരു കാലത്ത് കൂട്ടിലടച്ചിടപ്പെട്ട കിളിയാണ് ഇന്ന് പാറി പറന്ന് നടക്കുന്നത്. ജനപ്രിയന്റെ ഭാര്യ എന്ന ലേബലും കോടികളുടെ ആസ്തിയും നോക്കിയിരുന്നുവെങ്കിൽ ജീവിതം വെറും നരകം മാത്രമായേനെ. AI ആണോ എന്ന് ആദ്യം സംശയിച്ചു. പക്ഷേ മഞ്ജു ഞെട്ടിച്ചു കളഞ്ഞു. കൊതിയാകുന്നു ഇതുപോലെ പോകാൻ എന്നിങ്ങനെ നീളുന്നു ഒരുപാട് കമന്റ്സുകൾ. തുനിവ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടൻ അജിത്തിനോടൊപ്പം ലഡാക്കിലേക്ക് മഞ്ജു ബൈക്കിൽ പോയിരുന്നു. അജിത്തിനൊപ്പമുള്ള യാത്രയാണ് പുതിയ ബൈക്ക് സ്വന്തമാക്കാനും 2 വീലർ ലൈസൻസ് എടുക്കാനും മഞ്ജുവിന് പ്രചോദനമായത്. ഇടയ്ക്കിടെ തന്റെ പ്രിയപ്പെട്ട ബൈക്കിൽ ഇത്തരം റൈഡുകൾ താരത്തിന് പതിവുള്ളതാണ്. പക്ഷേ അനായാസമായി ബൈക്ക് കൈകാര്യം ചെയ്യുന്ന മഞ്ജുവിനെ ആരാധകർ ആദ്യമായിട്ടാണ് കാണുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം മഞ്ജു സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിരുന്നില്ല. പൊതുപരിപാടികളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ആരോ എന്ന ഹ്രസ്വചിത്രമാണ് അവസാനമായി താരത്തിൻ്റെതായി പ്രേക്ഷകർ. രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് മഞ്ജുവിനോട് പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള മഞ്ജുവിന്റെ മറുപടി, വിവാഹം എന്നുള്ളത് ഒന്നിന്റെയും അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൻ ഒരു പുതിയ നല്ല ജീവിതത്തിലാണുള്ളതെന്നും അതിനെ മറികടന്ന് ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എന്നുമാണ് മഞ്ജു മറുപടി പറഞ്ഞത്.